Hi dears, welcome to Malayali's Talks. Hi dears, welcome back to my channel. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി 4th സെം BA BSc മലയാളത്തിലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. ഇപ്പോൾ 2024 നടന്നിട്ടുള്ള എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് ഫസ്റ്റ് പാർട്ടാണ്. അതായത് ഫസ്റ്റ് പാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ A സെക്ഷനിലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ തുടർച്ചയായിട്ട് ബാക്കിയുള്ള Bയും Cയും സെക്ഷൻ അടുത്ത പാർട്ടിലാണ് ഞാൻ അപ്ലോഡ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ എല്ലാവരും കാണുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ഭയങ്കര കൺഫ്യൂഷനുള്ള ഒരു സെക്ഷനാണ് A സെക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇത് സെപ്പറേറ്റ് ആയിട്ട് എടുക്കുന്നത്. അപ്പോൾ എല്ലാവരും കാണുക, അതുപോലെ തന്നെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഇതൊന്നും മറക്കരുത്. ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ്റെ രണ്ടാമത്തെ പാർട്ട് വീഡിയോ ഉടനെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാവരും അതും കൂടി കാണുക. അപ്പോൾ ഇടയ്ക്ക് ഈ ഒരു ചാനലിലെ ഡിസ്ക്രിപ്ഷൻ നോക്കിയാൽ മതി, ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ മറക്കണ്ട. അപ്പോൾ ഇതിൻ്റെയൊക്കെ നോട്ട്സ് ഞാൻ ടെലഗ്രാം ചാനലിൽ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. A സെക്ഷനിൽ നിങ്ങൾക്ക് വരുന്ന ക്വസ്റ്റ്യൻസ് 15 ക്വസ്റ്റ്യൻസ് ആണ്. ഒരു ക്വസ്റ്റ്യന് 2 മാർക്ക് വീതമാണ് തരിക. അപ്പോൾ പരമാവധി മാർക്ക് ശരിക്കും നിങ്ങൾക്ക്, അതായത് സീലിംഗ് മാർക്ക് വരുന്നത് 25 ആണ്. 30 മാർക്ക് വേണം, പക്ഷേ സീലിംഗ് മാർക്ക് 25 ആണ് തരുള്ളൂ. നിങ്ങൾ എങ്ങനെ എഴുതിയാലും നിങ്ങൾക്ക് 25 മാർക്കിൽ കൂടുതൽ കിട്ടില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഓരോ ക്വസ്റ്റ്യൻ്റെ ആൻസറും ഒരുപാട് നീട്ടി വലിച്ചൊന്നും എഴുതാൻ നിൽക്കണ്ട. ആവശ്യത്തിനുള്ള മാത്രം ഒരു 4-5 വരിയിൽ ഒതുക്കിയിട്ട് ആ ആൻസർ എഴുതാൻ ശ്രമിക്കുക. പിന്നെ ഓരോ ക്വസ്റ്റ്യനും ഏത് ചാപ്റ്ററിന് എടുത്തതാണെന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കണം. ആ ഒരു എഴുതുന്നതിനാണ് ഒരു മാർക്ക് വരുന്നത്. അപ്പോൾ ആ ഒരു ഏത് ചാപ്റ്ററിൽ നിന്ന് എടുത്താണ്, ആരാണ് എഴുതിയത് എന്നുള്ളത് എഴുതാൻ വിട്ട് കഴിഞ്ഞാൽ ആ ഒരു മാർക്കാണ് നിങ്ങൾക്ക് മിസ്സാവുന്നത്. അപ്പോൾ ആ കാര്യം മറക്കരുത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. മനുഷ്യരുടെ മധ്യത്തിലേക്ക് നാരായണ ഗുരു വീണ്ടും ഇറങ്ങി വരാൻ കാരണമെന്ത്? ഈ ചോദ്യം വന്നിരിക്കുന്നത് മനുഷ്യരെല്ലാം സഹോദരർ എന്ന പാഠഭാഗത്തു നിന്നാണ്. അപ്പോൾ MK സാനു ആണ് ഇത് എഴുതിയിരിക്കുന്നത്. യോഗത്തിലൂടെ നേടിയ സിദ്ധികൾ സ്വാർത്ഥകമാകണമെങ്കിൽ അവ ലോകക്ഷേമത്തിന് വേണ്ടിയിട്ട് ഉതകണം എന്നുള്ള അദ്ദേഹത്തിൻ്റെ ആ ഒരു ചിന്തകളാണ്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു തീരുമാനമാണ് അദ്ദേഹത്തെ വീണ്ടും ജനങ്ങളുടെ മധ്യത്തിലേക്ക് ഇറക്കി വിട്ടത് എന്നാണ് പറയുന്നത്. അതാണ് അതിൻ്റെ കാരണം. രണ്ടാമത്തെ ചോദ്യം, വൃഥാസ്ഥൂലത ഒഴിവാക്കി ശരിയായ രൂപം എഴുതുക. ഇവിടെ ഒരു സെൻറ്റൻസ് കൊടുത്തിട്ടുണ്ട്. ആയിരക്കണക്കിന് സായുധ ഭടന്മാരാണ് കാവൽ നിൽക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ വൃഥാസ്ഥൂലത ഒഴിവാക്കി എഴുതാനാണ് പറയുന്നത്. അപ്പോൾ ഉത്തരം വരുന്നത് ഇങ്ങനെ ആയിരിക്കും: ആയിരക്കണക്കിന് സായുധ ഭടന്മാരാണ് കാവൽ. ഇവിടെ നിൽക്കുന്നത് എന്ന ആ ഒരു വൃഥാസ്ഥൂലതയാണ് നമ്മൾ ഒഴിവാക്കിയിരിക്കുന്നത്. ഇനി മൂന്നാമത്തെ ചോദ്യം, ഭാഷയും ആശയവിനിമയവും എന്ന ലേഖനം ഏത് ഗ്രന്ഥത്തിൽ നിന്നും എടുത്തതാണ്? ഗ്രന്ഥകർത്താവിൻ്റെ പേരെന്ത്? ഉത്തരം ഭാഷയും മനഃശാസ്ത്രവും എന്ന ഗ്രന്ഥത്തിൽ നിന്നാണ് എടുത്തിരിക്കുന്നത്. ഡോക്ടർ KM പ്രഭാകര വാര്യരാണ് ഇത് എഴുതിയിരിക്കുന്നത്. നാലാമത്തെ ചോദ്യം, പേരിന് മുമ്പ് കുഞ്ഞി എന്ന പദം വിശേഷണമായി വരുന്ന 2 പേരുകൾ എഴുതുക. ഉത്തരം കുഞ്ഞിക്കേളു, കുഞ്ഞിക്കണ്ണൻ, കുഞ്ഞിക്കോമൻ. ഇത് മാത്രമല്ല കേട്ടോ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേരുകൾ നിങ്ങൾക്ക് എഴുതാം. കുഞ്ഞി എന്നുള്ള ആ ഒരു പദം മുൻപിൽ ചേർക്കണം എന്ന് മാത്രമേ ഉള്ളൂ. അഞ്ചാമത്തെ ചോദ്യം, യഹോവയായ ദൈവം മനുഷ്യരോട് കൽപ്പിച്ചതെന്താണ്? ഉത്തരം, ഈ ചോദ്യം വന്നിരിക്കുന്നത് M ഗോവിന്ദൻ്റെ അറിവിൻ്റെ ഫലങ്ങൾ എന്ന പാഠഭാഗത്തു നിന്നാണ്. അപ്പോൾ ഇവിടെ തോട്ടത്തിലെ സകല വൃക്ഷങ്ങളുടെയും ഫലം നിനക്ക് തിന്നാം, എന്നാൽ നന്മ തിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ ഫലം തിന്നരുത്, തിന്നുന്ന നാളിൽ നീ മരിക്കും. ഇതാണ് യഹോവയായ ദൈവം മനുഷ്യരോട് കൽപ്പിച്ചത്. അടുത്ത ചോദ്യം, തെറ്റുണ്ടെങ്കിൽ തിരുത്തുക. ഇവിടെ നിങ്ങൾക്കായിട്ടൊരു സെൻറ്റൻസ് തന്നിട്ടുണ്ട്. അപ്പം അതിൽ തെറ്റുണ്ടെങ്കിൽ തിരുത്താനാണ് പറഞ്ഞിരിക്കുന്നത്. തന്നിരിക്കുന്ന സെൻറ്റൻസ് ഇതാണ്: രാമനെ ഒരു പാമ്പ് കടിച്ചു. അപ്പം അതിലെ തെറ്റെന്താണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഉത്തരം വരുന്നത് രാമനെ പാമ്പു കടിച്ചു. ഏഴാമത്തെ ചോദ്യം, നിന്റെ തന്ത ആ മൊശകോടൻ പങ്കുണ്ണിയാരുണ്ടായിരുന്നില്ലേ, ആ ചെറ്റപ്പെറുക്കി, അയാൾ സമ്പാദിച്ചു വെച്ചിട്ടൊന്നുമില്ലാന്ന്. ആരാണ് ഇങ്ങനെ പറഞ്ഞത്? ആരോട്? ഉത്തരം, ഈ ചോദ്യം വന്നിരിക്കുന്നത് നന്ദനാറുടെ അനുഭവങ്ങൾ എന്ന നോവലിൽ നിന്നാണ്. രാവുണ്ണി, ഗോപിയുടെ ഏട്ടനായ രാവുണ്ണി ഗോപിയോട് പറഞ്ഞ വാക്കുകളാണ് ഇത്. സ്കൂളിൽ പോകാൻ വേണ്ടി പണം ചോദിച്ച അവസരത്തിലാണ് ഇങ്ങനെയൊരു വാക്കുകൾ രാവുണ്ണി പറഞ്ഞത്. എട്ടാമത്തെ ചോദ്യം, താൻ കുടിക്കുന്ന ശുദ്ധജലം തന്നെ രാമനും കുടിച്ചാൽ
അവൻ തൻ്റെ ഒപ്പമായി പോവും എന്ന കുശുമ്പാണിത്. ആർക്കാണ് ഇങ്ങനെ തോന്നിയത്? സന്ദർഭം ഏത്? ഈ ചോദ്യം വന്നിരിക്കുന്നത് MN കാരശ്ശേരിയുടെ തീറ്റയുടെ ജനാധിപത്യം എന്ന പാഠഭാഗത്ത് നിന്നാണ്. തോട്ടിൽ വീണ ജന്മിയായ നമ്പൂരി കാര്യസ്ഥൻ രാമനോട് പറയുന്ന വാക്കുകളാണ് ഇത്. 9ാമത്തെ ചോദ്യം. കേരളീയരുടെ അമിത മദ്യപാന ശീലത്തിന് ഈ ആത്മവഞ്ചനാ സ്വഭാവം കൂടി കാരണമായി തീർന്നിട്ടുണ്ടോ? ലേഖകൻ എന്തിനെക്കുറിച്ചാണ് പറയുന്നത്? ഉത്തരം MN കാരശ്ശേരിയുടെ ഭംഗിവാക്ക് എന്ന പാഠഭാഗത്ത് നിന്നുള്ള ചോദ്യമാണ് ഇത്. മദ്യപിച്ചാലേ പലതും ഉള്ളു തുറന്ന് സംസാരിക്കുകയുള്ളൂ എന്നുള്ള ആ ഒരു കാരണം കൊണ്ടാണ് ആളുകളുടെ ഈ ഒരു അമിത മദ്യപാന ശീലത്തെക്കുറിച്ച് പറയുന്നത്. അതൊരു ആത്മവഞ്ചന കൂടിയാണ് എന്ന് വേണമെങ്കിൽ കൂട്ടിച്ചേർക്കാം. അതാണ് ലേഖകൻ ഇവിടെ പറയുന്നത്. അടുത്ത ചോദ്യം. മെഡിക്കൽ വിദ്യാഭ്യാസം മാതൃഭാഷയിലാക്കണമെന്ന് പറയാൻ കാരണമെന്ത്? ഉത്തരം ഈ ചോദ്യം വരുന്നത് ഡോക്ടർമാരുടെ രോഗം വേണ്ടത് സൗന്ദര്യാത്മക വിദ്യാഭ്യാസം എന്ന ലേഖനത്തിൽ നിന്നാണ്. ഇവിടെ പറയുന്നത് ഒരു രോഗി അസുഖവുമായി ഡോക്ടറുടെ അടുത്ത് വന്നു കഴിഞ്ഞാൽ രോഗിയുടെ ഭാഷ എന്തെന്ന് ഡോക്ടർ അറിയണം. അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇല്ലെങ്കിൽ വലിയ അപകടമാവും വരിക. അപ്പം അതുകൊണ്ട് തന്നെ മെഡിക്കൽ വിദ്യാഭ്യാസം മാതൃഭാഷയിലാക്കണം എന്ന് ലേഖകൻ പറയുന്നത്. 11ാമത്തെ ചോദ്യം. ലോകത്തിൻ്റെ മേൽക്കൂരയിൽ നീ മഴയായി പെയ്തു, എന്താണത്? ഉത്തരം ഈ ചോദ്യം വന്നിരിക്കുന്നത് റൂമിയുടെ വ്യാജ സൂചനകൾ എന്ന കവിതയിൽ നിന്നാണ്. ലോകത്തിൻ്റെ മേൽക്കൂരയിൽ മഴയായി പെയ്തത് ആത്മീയമായിട്ടുള്ള പ്രണയമാണ്. ആത്മീയമായിട്ടുള്ള പ്രണയത്തെക്കുറിച്ചാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. 12ാമത്തെ ചോദ്യം. അത് മാപ്പില്ലാത്ത കുറ്റമാണ് അവരുടെ കണ്ണിൽ. ആരുടെ കണ്ണിൽ എന്താണ് കുറ്റം? ഈ ചോദ്യം വന്നിരിക്കുന്നത് ഓംപ്രകാശ് വാൽമീകിയുടെ എച്ചിൽ എന്ന പാഠഭാഗത്ത് നിന്നാണ്. ഇവിടെ പറയുന്നത് മാപ്പില്ലാത്ത കുറ്റം ആരുടെ കണ്ണിലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രിജ്പാൽ മാസ്റ്ററുടെ കാരണവന്മാരുടെ മുന്നിലാണ് മാപ്പില്ലാത്ത കുറ്റമായിട്ട് മാറിയത്. ലേഖകനും കൂട്ടുകാരൻ ബിക്കുറാമും താഴ്ന്ന ജാതിയിൽപ്പെട്ടവരാണ്. അവർ ഉയർന്ന ജാതിക്കാരുടെ പാത്രത്തിൽ ഭക്ഷണം കഴിച്ചു എന്നതാണ് മാപ്പില്ലാത്ത കുറ്റമായിട്ട് ഇവിടെ സൂചിപ്പിക്കുന്നത്. 13ാമത്തെ ചോദ്യം. ജാതി പരീക്ഷകളിൽ പോലും കടന്നു വന്നിരുന്നു എന്ന് ലേഖകൻ പറയാൻ കാരണമെന്ത്? ഈ ചോദ്യത്തിൻ്റെ ഉത്തരം വരുന്നത് ഓംപ്രകാശ് വാൽമീകിയുടെ എച്ചിൽ എന്ന പാഠഭാഗത്ത് നിന്ന് തന്നെയാണ്. പ്രാക്ടിക്കൽ പരീക്ഷയ്ക്ക് മാർക്ക് കുറവായിരുന്നത് കൊണ്ടാണ് ലേഖകൻ ഇപ്രകാരം പറഞ്ഞിരുന്നത്. 14ാമത്തെ ചോദ്യം. R.E. ആഷർ ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്ത ബഷീർ കൃതികൾ ഏതൊക്കെയാണ്? ഉത്തരം പാത്തുമ്മയുടെ ആട്, ബാല്യകാല സഖി, എൻ്റെ ഉപ്പൂപ്പായ്ക്ക് ഒരു ആനയുണ്ടായിരുന്നു. ഓക്കെ, ഇനി പറയാൻ പോകുന്ന അവസാനത്തെ ചോദ്യമാണ് 15ാമത്തെ ചോദ്യം. പാമ്പ് പോയിട്ട് ഒരു ഉറുമ്പ് പോലും കടിക്കുന്നില്ല, വല്ലാത്തൊരായുസ്. ആരാണിങ്ങനെ ചിന്തിക്കുന്നത്? കാരണമെന്ത്? ഇപ്പോൾ ഉത്തരം വരുന്നത് നന്ദനാരുടെ അനുഭവങ്ങൾ എന്ന നോവലിൽ നിന്നാണ്. ഗോപിയാണ് ഇപ്രകാരം ചിന്തിച്ചത്. കാരണം ഒരിക്കലും അവസാനിക്കാത്ത ദാരിദ്ര്യം കൊണ്ടാണ് ഗോപി ഇങ്ങനെയൊരു ചിന്തയിലേക്ക് വന്നത്. ഓക്കെ ഡിയേഴ്സ്, ഇതോടുകൂടി പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിലെ 1ാമത്തെ വീഡിയോ അവസാനിച്ചിരിക്കുകയാണ്. അടുത്ത സെക്കൻഡ് പാർട്ട് വീഡിയോ ആയിരിക്കും ഉടൻ അപ്ലോഡ് ചെയ്യുന്നതാണ്. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ്.